കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി ചേർക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ട ഒരു പേരായിരുന്നു കിഫ്ബി. വികസനത്തിന് പണമില്ലാത്ത കാലത്ത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കിഫ്ബി എന്ന ഈ മാന്ത്രിക വഴി മതിയാകുമെന്നായിരുന്നു അന്ന് ഇടതുപക്ഷം കൊട്ടിഘോഷിച്ചിരുന്നത്. പാതയോരങ്ങളിലും ടൗണുകളിലും വലിയ വലിയ ഹോർഡിങ്ങുകൾ ഉയർന്നു. ഇതാ കേരളത്തിന്റെ വികസന കുതിപ്പ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. പക്ഷേ കാലം ഇന്ന് മാറിയിരിക്കുന്നു. ആ വലിയ വികസന മുദ്രാവാക്യങ്ങൾക്കെല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഇരുണ്ട സത്യങ്ങൾ ഒന്നൊന്നായി പുറത്തുവരാൻ പോവുകയാണ്. വികസനത്തിന്റെ പേരിൽ കോടികൾ കടമെടുത്ത് ആ പണം എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ലാത്തൊരവസ്ഥ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് വായ്പയെടുത്തു. പക്ഷെ ഒടുവിൽ ഖജനാവ് കാലിയായപ്പോൾ ബാക്കിയായത് വരും തലമുറ തലയിൽ ചുമക്കേണ്ടി വരുന്ന ഭീമമായ കടബാധ്യതകൾ മാത്രം. ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് വലിയൊരു നിയമ നടപടിയിലേക്കാണ്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഭരണഘടനാപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ അതോ ഇതെല്ലാം ഒരു വലിയ അഴിമതി കഥയുടെ ഭാഗമാണോ എന്ന് പരിശോധിക്കാൻ സതീശൻ സർക്കാർ 5 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചിരിക്കുകയാണ്. സുധാ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഈ സമിതി പുറത്തുവിടാൻ പോകുന്ന റിപ്പോർട്ട് കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖരുടെയും ഉറക്കം കെടുത്തുമെന്നുറപ്പാണ്. മുൻ സിഇഒ KM എബ്രഹാം മുതൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും KN ബാലഗോപാലും വരെ ഈ വലിയ കിഫ്ബി കളിയിൽ ഇവർക്കെല്ലാവർക്കും പങ്കുണ്ടോ അതോ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ച് ഖജനാവ് കൊള്ളയടിക്കുകയായിരുന്നോ ഇവർ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അന്നത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന നേട്ടം എന്ന് അവകാശപ്പെട്ട ഈ കിഫ്ബി എങ്ങനെയാണ് കേരളത്തിന് ഒരു ശാപമായി മാറിയത് എന്നാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ 5 അംഗ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ CPM നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? എങ്ങനെയൊക്കെയാണ് ഈ ഖജനാവ് കൊള്ള നടന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചും സമഗ്രമായി പഠിക്കാൻ 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സതീശൻ സർക്കാർ ഉത്തരവിറക്കി. ഇതിനു പിന്നിൽ അഴിമതിക്കാരെ കണ്ടെത്തലാണ് ലക്ഷ്യം. മുൻ IAS ഉദ്യോഗസ്ഥ സുധാ പിള്ള അധ്യക്ഷനായ സമിതിയാണ് കിഫ്ബിയുടെ അഴിച്ചുപണിയും മുൻകാല ഇടപാടുകളും പരിശോധിക്കാൻ പോകുന്നത്. സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കിഫ്ബിയിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ ശക്തമായ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നീക്കമെന്നാണ് സൂചന. കിഫ്ബി ഫണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പ്രവർത്തനം ഭരണഘടനാപരവും നിയമപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്നതുമാണ് പ്രധാനമായും സമിതിയുടെ പരിശോധനാ വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സമിതിക്ക് 3 മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഖജനാവ് കൊള്ളയടിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. മുൻകാല ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതോടെ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ ശക്തമാകും. കിഫ്ബിയുടെ ഭരണഘടനാപരമായ സാധുതയും ഓഫ് ബഡ്ജറ്റ് വായ്പകൾ ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകളും മുൻപ് തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇളവുകളോ വിട്ടുവീഴ്ചകളോ ഇല്ലാതെ മുൻ സർക്കാരിന്റെ പ്രധാന പദ്ധതികളിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, സ്പിൻ ഓഫ് സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനക്ഷമതയും സർക്കാർ തലത്തിൽ കൂടുതൽ പുനർവിന്യാസം നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും വിദഗ്ധ സമിതി സമർപ്പിക്കും. സമിതിയുടെ നിർദ്ദേശങ്ങൾ കിഫ്ബിയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കരുതുന്നത്. വർഷങ്ങളായി ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയിൽ സുരക്ഷിതമായിരുന്ന മുൻ ഉന്നത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരുപോലെ പൂട്ടുവീഴുന്ന തരത്തിലുള്ള നീക്കങ്ങളുമായാണ് ഇപ്പോൾ പുതിയ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 3 മാസത്തിനകം സമർപ്പിക്കപ്പെടുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് ഉയർത്തുമെന്ന് ഉറപ്പാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓഫ് ബഡ്ജറ്റ് വായ്പ എന്ന കൗശലത്തെക്കുറിച്ചാണ്. സർക്കാർ നേരിട്ട് കടമെടുക്കാതെ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിലൂടെ വായ്പ എടുക്കുന്ന രീതി. ഇത് കേൾക്കുമ്പോൾ നല്ലതാണ്, വികസനത്തിന് പണം കണ്ടെത്താൻ ഒരു എളുപ്പവഴി. പക്ഷേ ഇതിന്റെ മറുപുറം എന്തായിരുന്നു? ബജറ്റിൽ പോലും ഉൾപ്പെടുത്താതെ നിയമസഭയുടെ നിയന്ത്രണങ്ങൾ മറികടന്ന് കോടിക്കണക്കിന് രൂപ കടമെടുത്തു. ഇത് ഭരണഘടനാപരമായി എത്രത്തോളം ശരിയായിരുന്നു? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കിഫ്ബി എന്ന പേരിൽ നടന്നത് വികസനമോ അതോ ബജറ്റ് രഹസ്യങ്ങൾ മറച്ചുവെക്കാനുള്ള ഒരു മറയോ?
ഇനി ഇതിന്റെ സൂത്രധാരന്മാരിലേക്ക് വരാം. അന്നത്തെ CEO ആയിരുന്ന KM എബ്രഹാം, അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ കിഫ്ബി വലിയ രീതിയിൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ തീരുമാനങ്ങൾ ഇന്ന് കടുത്ത പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. എന്തിനാണ് അന്നത്തെ സർക്കാർ ഖജനാവിലെ പണം കുറഞ്ഞ പലിശ ലഭിക്കുന്ന നിക്ഷേപങ്ങളിൽ ഇട്ടത്? സംസ്ഥാനത്തിന് പണം നഷ്ടപ്പെടുത്തിയ ഈ തീരുമാനത്തിന് പിന്നിൽ ആരുടെ താല്പര്യമായിരുന്നു? ഉദ്യോഗസ്ഥ മേധാവിത്വം രാഷ്ട്രീയത്തിന് കീഴടങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഈ സമിതി പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും തീരുമാനങ്ങളും ഇന്ന് വലിയ സംശയത്തിന്റെ നിഴലിലാണ്. ഇനി ഇതൊരു സർക്കാർ സംവിധാനം മാത്രമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ പ്രൊജക്ട് കൂടിയായിരുന്നു. തോമസ് ഐസക് കിഫ്ബിയെ കുറിച്ച് വലിയ വാചകങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്ന ബാലഗോപാൽ ആകട്ടെ കടം എടുക്കുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. കിഫ്ബിയുടെ കേരളം മാറുന്നു എന്ന് പറഞ്ഞവർ എന്തിനാണ് ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചത്? ജനങ്ങളുടെ നികുതി പണം ചിലവാക്കുമ്പോൾ അതിലൊരു സുതാര്യത വേണ്ടേ? അന്നിവർ ഉയർത്തിയ വാദങ്ങളെല്ലാം ഇത് ചോദ്യചിഹ്നമായി മാറുകയാണ്. ഇവരുടെ ഈ വികസന നയം വെറും ഖജനാവ് കാലിയാക്കൽ മാത്രമായിരുന്നു. ഇനി വരാനിരിക്കുന്നത് നിർണായകമായ ദിവസങ്ങളാണ്. 3 മാസമാണ് സമിതിക്ക് സമയം നൽകിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പറഞ്ഞ പണം ഒടുവിൽ എവിടെ പോയി? അത് ഏതൊക്കെ ജില്ലകളിലേക്ക് ഒഴുകി? ഏതൊക്കെ പദ്ധതികൾക്ക് മുൻഗണന കൊടുത്തു? ഇതിലൊക്കെ വ്യക്തമായ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടോ? റിപ്പോർട്ട് പുറത്തു വന്നാൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഴിമതിക്കാർ ആര്, ഖജനാവ് കൊള്ളയടിച്ചത് ആര് എന്നപ്പോൾ വ്യക്തമാവും. പഴയ ഭരണകർത്താക്കൾക്ക് ഇനി നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്നത്. ഇപ്പോൾ ഈ അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ചിലപ്പോൾ CPM ശ്രമിച്ചേക്കാം. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കുമോ? ഖജനാവ് കാലിയാക്കി നാടിനെ കടക്കണിയിലാക്കിയവർക്കെതിരെ നിയമം അതിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ അത് ആരുടെയൊക്കെ തറവാട് അടിയറവ് വെപ്പിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. കേരള സാമ്പത്തിക ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. ഈ അന്വേഷണം കണ്ട് കിഫ്ബി പൂർണ്ണമായും ഇല്ലാതാകുമോ അതോ പുതിയൊരു തലത്തിലേക്ക് മാറുമോ എന്ന് നമുക്കെന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ വരുമാനത്തിന് മുകളിൽ കടമെടുത്താൽ എന്ത് സംഭവിക്കും? അത് സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കും. ഒരു സംസ്ഥാനത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടാത്ത, ഓഡിറ്റിംഗിന് വലിയ പരിധികളില്ലാത്ത ഈ ഓഫ് ബഡ്ജറ്റ് വായ്പകൾ ഒരു ടൈം ബോംബ് പോലെയായിരുന്നു. ഇത് പൊട്ടുമ്പോൾ തകരുന്നത് കേരളത്തിന്റെ ഭാവി തന്നെയാണ്. കിഫ്ബിയുടെ പേരിൽ പണമിറക്കിയ ഓരോ പദ്ധതിയുടെയും പിന്നിലെ കമ്മീഷൻ കഥകൾ കൂടി പുറത്തു വന്നാൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പമായി മാറും എന്നതിൽ സംശയമില്ല. പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുമ്പോൾ വലിയ ആഘോഷമായിരുന്നു. എന്നാൽ ആ പാലം ഇന്നിവിടെയാണ്. ആ റോഡിന്റെ അവസ്ഥ എന്താണ്? ഗുണനിലവാരമില്ലാത്ത നിർമ്മാണങ്ങൾ, അമിത ചെലവ്, ഇതൊക്കെയാണ് കിഫ്ബിയുടെ യഥാർത്ഥ മുഖം. വെറും ഹോർഡിങ്ങുകളിൽ മാത്രം കണ്ട കേരള മോഡൽ വികസനം ഇന്ന് ഖജനാവിലെ അവസാന രൂപയും തീർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. ഈ അന്വേഷണം കൊണ്ട് മാത്രം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മാറുമോ അതോ ഇതൊരു നീണ്ട നിയമപോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണോ? സത്യത്തിൽ കിഫ്ബിയുടെ അഴിച്ചുപണി വെറുമൊരു സർക്കാർ തീരുമാനമല്ല, അതൊരു സെറ്റിൽമെന്റ് ആണ്. കഴിഞ്ഞ ഭരണകൂടം വലിയ കൊട്ടിഘോഷങ്ങളോടെ നടപ്പിലാക്കിയ പ്രൊജക്ടുകളുടെ ഓഡിറ്റാണിത്. റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് വെറുമൊരു സാമ്പത്തിക രേഖയായിരിക്കില്ല, മറിച്ച് അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് ജനങ്ങളുടെ പണത്തോടുള്ള ഉത്തരവാദിത്തം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പാഠമായിരിക്കും. ഇനി വരാനിരിക്കുന്ന 3 മാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. ആ കൊടുങ്കാറ്റ് ആരെയാണ് വീഴ്ത്തുക, ആരെയാണ് സംരക്ഷിക്കുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സതീശൻ സർക്കാർ നടത്തുന്ന ഈ നീക്കം സത്യസന്ധമാണോ അതോ ഇതിനു പിന്നിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.